CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് താരങ്ങൾ ഫെഫ്കയെ സമീപിച്ചു. 20ഓളം താരങ്ങളാണ് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ഫെഫ്കയെ സമീപിച്ചത്. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ശ്രമം തുടങ്ങി. ഇന്ന് രാത്രിയോടെ പുതിയ ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിക്കാൻ നീക്കം. മതിലകം പുതിയകാവിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. 6 ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ മോഷണം പോയി. അകമല വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പാടത്തേക്ക് പതിച്ചു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ജില്ലയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി നെന്മണിക്കര പഞ്ചായത്ത്. ജില്ലാതല പ്രഖ്യാപനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 2015 വിശാഖപട്ടണത്ത് നടന്ന പാർട്ടി കോൺഗ്രസിലാണ് സീതാറാം യെച്ചൂരിയെ ജനറൽ സെക്രട്ടറിയാക്കുന്നത്. ആധുനിക കാലത്ത് ഇന്ത്യയിൽ വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും ശക്തനും പ്രാപ്തനുമായ ഒരു നേതാവിനെയാണ് യെച്ചൂരി വിടവാങ്ങുമ്പോൾ നഷ്ടമാകുന്നത്. SFIയിലൂടെയാണ് സീതാറാം യെച്ചൂരി പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് താരങ്ങൾ ഫെഫ്കയെ സമീപിച്ചു. 20ഓളം താരങ്ങൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ഫെഫ്കയെ സമീപിച്ചു. ഫെഫ്കയുമായി ബന്ധപ്പെട്ട് 21 ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സമാനമായി ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനായി അമ്മയിലെ താരങ്ങൾ ഫെഫ്കയെ സമീപിച്ചതെന്ന് ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ സ്ഥിരീകരിച്ചു. സംഘടന രൂപീകരിച്ച് ഫെഫ്കയോടൊപ്പം നിൽക്കാനാണ് ഇവരുടെ നീക്കം. ഫെഫ്കയുടെ ജനറൽ കൌൺസിലിന്റെ അംഗീകാരം ലഭിച്ചാൽ അമ്മ പൂർണ്ണമായും പിളർപ്പിലേക്ക് പോകും. പുതിയ സംഘടന നിലവിൽ വരും. സംഘടന രൂപീകരിച്ച് ജനറൽ കൌൺസിലിന് മുന്നിൽ സമർപ്പിച്ച് അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമായിരിക്കും അഭിനേതാക്കളുടെ പുതിയ യൂണിയനെ അംഗീകരിക്കുക. അതിന് ഫെഫ്ക തയ്യാറാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഫെഫ്കയെ സമീപിച്ച താരങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സംഘടന രൂപീകരിച്ച ശേഷമായിരിക്കും ഭാരവാഹികളെ അടക്കം പേരുകൾ പുറത്തുവരുന്നത്. യൂണിയനുമായി രൂപീകരിച്ച് വരാനാണ് ഫെഫ്ക നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംഘടന രൂപീകരിച്ച് പുതിയ പേര് നൽകി മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം യൂണിയൻ നിർമ്മിക്കാൻ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ താരങ്ങൾക്കെതിരെ ഉയർന്ന പരാതിയും ആരോപണങ്ങളും തുടരുന്നതിനിടെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു. മോഹൻലാൽ ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 17 അംഗങ്ങളും രാജിവെക്കുകയായിരുന്നു. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ശ്രമം തുടങ്ങി. ഇന്ന് രാത്രിയോടെ പുതിയ ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിക്കും. കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് 4 മെഷീനുകൾ അടിയന്തരമായി സ്ഥാപിക്കുക. P. ബാലചന്ദ്രൻ MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് 5 ഡയാലിസിസ് മെഷീൻ വാങ്ങാൻ തുക അനുവദിച്ചിട്ടുണ്ട്. ഇതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തി. 10 വർഷത്തിലധികം പഴക്കമുള്ള യന്ത്രങ്ങൾ തകരാറായതിനാൽ ഡയാലിസിസ് മുടങ്ങുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം രോഗികൾ RMOയെ ഉപരോധിച്ചിരുന്നു. മതിലകം പുതിയകാവിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. 6 ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ മോഷണം പോയി. പുതിയകാവ് സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി പാമ്പിനേഴത്ത് അബ്ദുൾ റഷീദിന്റെ കടയിലാണ് മോഷണം നടന്നത്. കടയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് 30 ചാക്കുകളാക്കി സൂക്ഷിച്ചിരുന്ന 1500 കിലോ അടയ്ക്ക, 150 കിലോ ജാതിക്ക, 20 കിലോ ജാതിപത്രി, 50 കിലോ ജാതിപ്പൂ എന്നിവ കവർന്നു. ഇന്ന് രാവിലെ നാട്ടുകാരാണ് മോഷണം നടന്നത് അറിഞ്ഞ് ഉടമയെ വിവരം അറിയിച്ചത്. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി അകമല വളവിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് പാടത്തേക്ക് പതിച്ചു. ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. കൊട്ടാരക്കരയ്ക്ക് പോവുകയായിരുന്ന KSRTC ഡീലക്സ് ബസ്സാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സ്റ്റിയറിംഗ് ജാമായി അകമല വളവിൽ പാടത്തേക്ക് ഇറങ്ങിയത്. സ്ഥിരം അപകട മേഖലയായ അകമല വളവിൽ ഏതാനും ദിവസം മുൻപ് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് വയോധിക മരിച്ചിരുന്നു. കല്ലൂർ അയ്യങ്കോടിൽ പശു വട്ടം ചാടിയതിനെ തുടർന്ന് രോഗിയുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞു. മുട്ടിത്തടി കയ്യാലപ്പടി താഴേക്കാട്ടിൽ സുധാകരന്റെ ഓട്ടോയാണ് മറിഞ്ഞത്. സുധാകരന്റെ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം. ഇയാളുടെ ഭാര്യയും ഓട്ടോയിലുണ്ടായിരുന്നു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഓട്ടോയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പശുവിനെ അശ്രദ്ധമായാണ് ഉടമ റോഡരികിൽ കെട്ടിയിരുന്നതെന്ന് കാണിച്ച് സുധാകരൻ പുതുക്കാട് പോലീസിൽ പരാതി നൽകി.
ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി നെന്മണിക്കര പഞ്ചായത്ത്. പുലക്കാട്ടുകരയിൽ നടന്ന ചടങ്ങിൽ ജില്ലാതല പ്രഖ്യാപനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്കുള്ള ബോണസും ഓണക്കോടിയും ചടങ്ങിൽ MLA നൽകി. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ നെന്മണിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ JHI അരുണിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ആദരിച്ചു. പഠിതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ഷെഫീഖ് നിർവഹിച്ചു. ആദ്യമായി സർവേ പൂർത്തീകരിച്ചവർക്കും ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ വാർഡിനുമുള്ള ആദരവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാജേശ്വരി, സുന്ദരി മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റനീഷ്, സെക്രട്ടറി K അജിത എന്നിവർ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തി. ഓണമായിട്ട് പോലും വേലൂരിലെ തെരുവ് വിളക്കുകൾ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാതെ നാടിനെയും നാട്ടുകാരെയും ഇരുട്ടിലാക്കി പഞ്ചായത്ത് ഓഫീസിൽ മാത്രം ഓണമാഘോഷം നടത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. റോഡരികിൽ യാത്രക്കാർക്ക് ഭീഷണിയായി കിടക്കുന്ന വലിയ മൺകൂരകൾ മാറ്റുന്നതിന് ഒരു നടപടിയും പഞ്ചായത്ത് കൈക്കൊണ്ടില്ല. റോഡരികിൽ അറവു മാലിന്യം തള്ളുന്നത് തടയാനും നടപടി ഉണ്ടായില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പാർലമെന്ററി പാർട്ടി ലീഡർ സ്വപ്ന രാമചന്ദ്രൻ, മെമ്പർമാരായ CD സൈമൺ, VV ബാലകൃഷ്ണൻ, വിജിനി ഗോപി, അജയ് ജോഷി എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ചത്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ അവസാനിപ്പിക്കണമെന്ന് യുവജനതാദൾ S ആവശ്യപ്പെട്ടു. ബസ്സുകളുടെ അമിത വേഗത മൂലം നിരവധി മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഏതാനും ദിവസം മുൻപ് ജോണീസ് ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചിരുന്നു. അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്ന ബസ് ഡ്രൈവർമാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫിയുടെ നേതൃത്വത്തിൽ കളക്ടർക്ക് പരാതി നൽകി. യുവജനതാദൾ S ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത, PM ഉമേഷ്, രാഘവൻ മുളങ്ങാടൻ, പ്രീജു ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ സ്കൂട്ടർ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാൽനട യാത്രികയായ തലക്കോട്ടുകര സ്വദേശിനി പണിക്ക വീട്ടിൽ സിയ നസ്രീൻ, സ്കൂട്ടർ യാത്രികൻ കേച്ചേരി പണിക്ക വീട്ടിൽ സഹൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരാഞ്ചിറ മുനയം ബണ്ടിന് സമീപം അയൽക്കാർ തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് വയോധികനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുനയം സ്വദേശി തുപ്രാടൻ വീട്ടിൽ ദിനേശിനെയാണ് കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് അയൽവാസി പുതുവീട്ടിൽ ശശിയെ മീൻ പിടിക്കുന്നതിനുള്ള ഊത്തുളി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ ശശിയെ കരാഞ്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. SI പ്രദീപൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സിജി ധനേഷ്, നിബിൻ, ജിതിൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഓണവിശേഷങ്ങൾ. മലയാളിക്ക് ഓണത്തിന് ഒഴിവാക്കാനാകാത്ത വിഭവങ്ങളാണ് കായ വറുത്തതും ശർക്കര വരട്ടിയും. ഓണസദ്യയിൽ മാത്രമല്ല ഓണാഘോഷങ്ങളിലും ബന്ധുവീടുകളിലേക്കുള്ള ഓണം കൊണ്ടുപോകലുകളിലുമൊക്കെ വിശിഷ്ട സാന്നിധ്യമാണ് കായ വറുത്തതും ശർക്കര വരട്ടിയും. അതുകൊണ്ട് തന്നെ കായവറവ് ഉൽപ്പന്ന വിപണി ഓണത്തിന് ആഴ്ചകൾക്ക് മുൻപേ സജീവമാകാറുണ്ട്. ഗുണമേന്മയുള്ള നേന്ത്രക്കായ തൊലി കളഞ്ഞരിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തും മധുരം ചാലിച്ച മാവിൽ വരട്ടിയെടുത്തുമാണ് കായ വറുത്തതും ശർക്കര വരട്ടിയും മറ്റിനങ്ങളായ 4 നുറുക്കുപ്പേരിയും പഴം വറുത്തതും ഉണ്ടാക്കുന്നത്. നേന്ത്രക്കായയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടുതലാണെങ്കിലും ഉപ്പേരി വിപണിയെ അത് ബാധിച്ചിട്ടില്ല. കിലോയ്ക്ക് 320 രൂപ മുതൽ 420 രൂപ വരെയാണ് വില. പണ്ടൊക്കെ ഓണക്കാലത്ത് വീടുകളിൽ ഉപ്പേരി ഉണ്ടാക്കാൻ മാത്രം പ്രത്യേകമായി നേന്ത്രക്കുലകൾ വാങ്ങിയിരുന്നു. ഇപ്പോൾ വീടുകളിലെ കായവറുക്കലിൻ്റെ ആവേശം ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മയായി മാറി. മറ്റു പല വിഭവങ്ങൾക്കുമെന്ന പോലെ വിപണി തന്നെയാണ് ഇപ്പോൾ ഉപ്പേരി വറവ് വിഭവങ്ങൾക്കും ആശ്രയം. കുടുംബശ്രീ അയൽക്കൂട്ട കൂട്ടായ്മകൾ, വനിതാ സംരംഭകർ തുടങ്ങി വിവിധ കൂട്ടായ്മകളും വ്യക്തികളും ഈ രംഗത്തുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കായവറവ് വിഭവങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണെന്ന് വിൽപ്പനക്കാർ പറയുന്നു. എല്ലാ വർഷത്തേക്കാളും കൂടുതൽ ഓണത്തിന് എല്ലാ കോവിഡും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രളയമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെ വരുന്നുണ്ട്. എല്ലാ വർഷത്തേക്കാളും ഈ പ്രാവശ്യം കസ്റ്റമേഴ്സ് ഒന്നും കൂടി നേരത്തെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വിചാരിച്ചേക്കാളും ബിസിനസ് തന്നെയാണ് ഈ വർഷവും കിട്ടുന്നത്. വില കൂടുതലുണ്ട്, അത് ആ ഒരു സീസണബിൾ പ്രൊഡക്റ്റ് ആണല്ലോ ആ കായ്ക്ക്. അത് എന്തായാലും എല്ലാ വർഷവും തന്നെ ഈ ടൈം ആകുമ്പോൾ ഒരു ഇത്തിരി വില
കർഷകർക്കും ഇതുകൊണ്ടൊരു ഉപകാരമാണല്ലോ. എന്തായാലും എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഊണുമേശയിൽ എത്ര വിഭവം നിരന്നാലും ശീലങ്ങൾ എത്ര മാറിയാലും ഓണത്തിൻ്റെ രുചിയും മാധുര്യവും പകരുന്ന കായവറുത്തതും ശർക്കര വരട്ടിയും മലയാളിക്ക് എപ്പോഴും പ്രിയങ്കരങ്ങളാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. എരുമപ്പെട്ടി ചെങ്ങാലിക്കോടൻ ബനാന ഗ്രോവേഴ്സ് അസോസിയേഷൻ ആരംഭിച്ച ചെങ്ങാലിക്കോടൻ മാർക്കറ്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് KK സുരേഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, സുധീഷ് പറമ്പിൽ, കൃഷി ഓഫീസർ AV വിജിത, അസോസിയേഷൻ സെക്രട്ടറി AV ജോൺസൺ എന്നിവർ സംസാരിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ പുതിയ ഗോശാലയുടെ സമർപ്പണം കുറ്റൂർ സാന്ദീപിനി വിദ്യാനികേതൻ സ്കൂൾ അങ്കണത്തിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗോശാലയുടെ സമർപ്പണം നിർവഹിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, സാന്ദീപിനി വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രി പശുക്കൾക്ക് പഴം നൽകിയാണ് മടങ്ങിയത്. പുതിയ ഗോശാലയിൽ 16 പശുക്കളാണ് ഉള്ളത്. ദേവസ്വത്തിൻ്റെയും ഒരു മഹനീയമായിട്ടുള്ള ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അവർക്ക് ലോട്ടറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവ ബത്ത അനുവദിച്ചതിൽ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU ആഹ്ലാദ പ്രകടനം നടത്തി. മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളവള്ളിയിൽ സംഘടിപ്പിച്ച യോഗം സംഘടനാ ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ബൈജു, കുമാരൻ, രശ്മി, ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റിയുടെ കീഴിലുള്ള അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ നൽകുന്നതിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം എരുമപ്പെട്ടിയിൽ നടന്നു. 50% സബ്സിഡി നൽകി 281 കുടുംബങ്ങൾക്ക് 3000 രൂപ വിലയുള്ള പലവ്യഞ്ജന കിറ്റുകളാണ് നൽകിയത്. എരുമപ്പെട്ടി ക്ലസ്റ്ററിന് കീഴിൽ ഗവൺമെന്റ് ITIക്ക് സമീപത്ത് നടന്ന ചടങ്ങ് സാമൂഹ്യ പ്രവർത്തകൻ മേജർ KP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സീഡ് സൊസൈറ്റി പ്രസിഡന്റ് ബുഷ റഷീദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സഫീന അസീസ്, ഭരണസമിതി അംഗങ്ങളായ PS സുനീഷ്, ജയശ്രീ മുള്ളൂർക്കര, അശ്വിനി വരവൂർ, സന്ധ്യ ദേശമംഗലം, പഞ്ചായത്ത് അംഗങ്ങളായ റീന വർഗീസ്, MC ഐജു എന്നിവർ സംസാരിച്ചു. വിഷു കഴിഞ്ഞ് വിത്തിട്ട താന്യം ശ്രീരാമൻ ചിറയിൽ 82 ഏക്കർ വട്ടനിലം ഓണം കഴിഞ്ഞ് കൊയ്യാനൊരുങ്ങുന്നു. ഒരു പറ നെല്ലും ഒരു വട്ടിപ്പൂവും ഒരു കുട്ട പച്ചക്കറിയും എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുകയാണ് ഈ പാടശേഖരം. 82 ഏക്കർ വിസ്തൃതിയിൽ ജ്യോതി നെല്ലും പാടത്തോട് ചേർന്നുള്ള ബണ്ടിൽ പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറികളും ചെണ്ടുമല്ലിയും വിളഞ്ഞതോടെ ഈ വട്ടനിലത്തിൻ്റെ ദൃശ്യചാരുതയേറി. കീടങ്ങളുടെ ശല്യം മൂലം ചില ഭാഗങ്ങളിൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങിയെങ്കിലും കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ പ്രതിസന്ധി മറികടന്ന് വിളവെടുപ്പിനുള്ള ഒരുക്കത്തിലാണെന്ന് പാടശേഖര സമിതി സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ മുദ്രാവാക്യമായ ഓണത്തിന് ഒരു പറ നെല്ലും ഒരു മുറം പച്ചക്കറിയും ഒരു കൊട്ടപ്പൂവും എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവിടെ കൃഷി നടത്തിയിരിക്കുന്നത്. വിഷു കഴിഞ്ഞ് പാടത്തേക്കിറങ്ങി ഓണത്തിന് കൊയ്തു കയറുകയെന്ന പഴയ കൃഷി കലണ്ടർ രീതിയാണ് ശ്രീരാമൻ ചിറ പാടശേഖര സമിതി പിന്തുടരുന്നത്. കൃഷിക്ക് ആവശ്യമായ പിന്തുണ സർക്കാരിൽ നിന്നും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. അഭ്യാസ പ്രകടനങ്ങളുടെ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ച് തൃശൂരിൽ വിരുന്നെത്തിയ അപ്പോളോ സർക്കസ് പ്രദർശനം തുടരുന്നു. പ്രകടന മികവിന്റെ പ്രദർശനവേദിയായ സർക്കസിനെ ജനം ഏറ്റെടുത്തു കഴിഞ്ഞു.
ഈ ഓണക്കാലം അവിസ്മരണീയമാക്കുകയാണ് സാംസ്കാരിക നഗരിയിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന അപ്പോളോ സർക്കസ്. ഏവരിലും അത്ഭുതം ജനിപ്പിക്കുന്ന ആകാശ ഊഞ്ഞാലിലെ കലാകാരന്മാരുടെ അഭ്യാസ പ്രകടനങ്ങൾ ആകാംക്ഷയും സാഹസികതയും നിറഞ്ഞതാണ്. കണ്ണിമ വെട്ടാതെ മാത്രം കണ്ടാസ്വദിക്കാവുന്ന മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടുള്ള പ്രകടനം, മെയ്വഴക്കവും കലാകായിക മികവും സമന്വയിക്കുന്ന കലാകാരികളുടെ സാരി, റിംഗ്, റോപ്പ് ബാലൻസ് ഡാൻസുകൾ, പുരുഷ വനിതാ മണിപ്പൂരി കലാകാരുടെ വെള്ളം, റിംഗ്, ബോൾ, ഗ്ലാസ് ബോട്ടിൽ എന്നിവ കൊണ്ടുള്ള വിവിധയിനം അഭ്യാസ പ്രകടനങ്ങൾ, ലക്ഷ്യത്തിലേക്ക് ഉന്നം പിഴയ്ക്കാത്ത കലാകാരികളുടെ ഷൂട്ടിംഗ് വിസ്മയം, മോട്ടോർ സൈക്കിൾ അഭ്യാസം, കാഴ്ചക്കാരിൽ ചിരിപടർത്തുന്ന ഹാസ്യതാരങ്ങളുടെ രംഗങ്ങൾ, വർണ്ണാഭമായ കലാകാരരുടെ മാർച്ച് പാസ്റ്റ്, ഇങ്ങനെ പഴയതും പുതിയതുമായ സർക്കസ് അഭ്യാസങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ കലാകാരന്മാർ മാത്രം അണിനിരക്കുന്ന അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് അപ്പോളോ സർക്കസിന്റെ പ്രത്യേകത. ഐറ്റങ്ങളിൽ പല വ്യത്യസ്തതയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ പ്രകടനം. ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഐറ്റംസാണ് കൂടുതലുള്ളത്. അതിലും തന്നെ കുട്ടികൾക്ക് പഠിച്ചു വരുന്ന ചെറുപ്പക്കാർക്കും യോഗാസനയെ പറ്റിയിട്ടും ഫിസിക്കൽ എക്സസൈസിനെ പറ്റിയിട്ടും ബോഡി മെയിൻറ്റെയിനിങ്ങിനെ പറ്റിയിട്ടും ബോഡി ബാലൻസിനെ പറ്റിയിട്ടും ഇതെല്ലാം ധാരാളം കാണാനും കേൾക്കാനും അറിയാനുള്ള അവസരം ഈ സർക്കസിൻ്റെ അകത്തുണ്ട്. സ്കൂൾ വെക്കേഷനൊക്കെ വരെയല്ലേ, അതിനുശേഷം ഓണവും കാര്യങ്ങളെല്ലാം ആയിട്ട് ആ ലീവ് വളരെ ഭംഗിയായിട്ട് പോകുന്ന പ്രതീക്ഷിക്കുന്നു. ശക്തൻ നഗർ പ്രദർശന ഗ്രൗണ്ടിലെ സർക്കസ് കൂടാരത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകിട്ട് 4-നും രാത്രി 7-നുമായി ദിവസേന 2 മണിക്കൂർ ദൈർഘ്യമുള്ള 3 പ്രദർശനങ്ങളാണുള്ളത്. 150, 250, 350 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. നെല്ല് സംഭരിച്ചതിന് പണം നൽകുക, നെല്ലിന് താങ്ങുവില 35 രൂപയായി വർദ്ധിപ്പിക്കുക, കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് അവണൂർ മണ്ഡലം കമ്മിറ്റി അവണൂർ പഞ്ചായത്തിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു, AIC അംഗം KA ഗോവിന്ദൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഷീബ ജയ്സൺ, TN നമ്പീശൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയൽ, കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ ജേർണലിസ്റ്റ്സ് ഫോറം സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ നിർവഹിച്ചു. അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഏറ്റുവാങ്ങി. ഡോക്ടർ PV കൃഷ്ണൻ നായർ, ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുന്നമ്പത്ത്, സെക്രട്ടറി ജോയ് മണ്ണൂർ, സ്വാഗത സംഘം ചെയർമാൻ അലക്സാണ്ടർ സാം, ജനറൽ കൺവീനർ N ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നവംബറിലാണ് സമ്മേളനം തൃശൂരിൽ നടക്കുന്നത്. മാതൃഭൂമിയിലെ ആർട്ടിസ്റ്റായിരുന്ന JR പ്രസാദാണ് ലോഗോ തയ്യാറാക്കിയത്. ചായപ്പൻകുഴി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികളെ ഭവനങ്ങളിലെത്തി സന്ദർശിച്ചു. രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം രോഗികളെ പരിശോധിച്ചു. പ്രസിഡന്റ് KM ജോസ്, സെക്രട്ടറി ബെന്നി നാബേലിൽ, ട്രഷറർ ഓമന ജോസ്, TT ബേബി, വർഗീസ് പോറായി എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂർ ഭവന നിർമ്മാണ സഹകരണ സംഘം വെട്ടുകാട് ചെറുകുന്നിൽ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വീടുകളുടെ ഉദ്ഘാടനം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി T കുര്യാക്കോസും താക്കോൽദാനം അസിസ്റ്റന്റ് രജിസ്ട്രാർ C സത്യനാഥും നിർവഹിക്കും. സംഘം ഭാരവാഹികളായ ശശി പോട്ടയിൽ, ജേക്കബ് അക്കര, UK സദാനന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മൂലം നാളിൽ ഗുരുവായൂർ ക്ഷേത്ര നടയിലെ പൂക്കളത്തിൽ വിരിഞ്ഞത് താമരക്കണ്ണൻ. ഗുരുവായൂരിലെ വ്യാപാരിയായ അനിൽ പ്രേമന്റെ വക വഴിപാടായാണ് 24 അടി നീളവും 15 അടി വീതിയുമുള്ള പൂക്കളം തീർത്തത്. കയ്യിൽ വെണ്ണയുമായി താമരയ്ക്ക് മുകളിൽ ഇരിക്കുന്ന കണ്ണന്റെ രൂപം വിവിധ തരത്തിലുള്ള പൂക്കൾ ഉപയോഗിച്ച് വർണ്ണാഭമാക്കിയിട്ടുണ്ട്. കലാകാരന്മാരായ രമേശ് ബാലാമണി, കിഷോർ ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂക്കളം ഒരുക്കിയത്. 50 കിലോ പൂക്കളാണ് ഉപയോഗിച്ചത്. കടങ്ങോട് പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണം വിപണനമേള ആരംഭിച്ചു. പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ബ്ലോക്ക് മെമ്പർ KK മണി, പഞ്ചായത്ത് മെമ്പർമാരായ MV ധനീഷ്, KR സിമി തുടങ്ങിയവർ സംസാരിച്ചു. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മിനാലൂരിൽ നടന്നു. BJP സംസ്ഥാന കൌൺസിൽ അംഗം TS ഉല്ലാസ് ബാബു ചടങ്ങിൽ പങ്കെടുത്തു. ബൂത്ത് ഇൻചാർജും BJP മണ്ഡലം പ്രസിഡന്റുമായ നിത്യാസാഗർ, ട്രഷറർ രാമപ്രസാദ്, മുണ്ടത്തിക്കോട് ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത്, ബൂത്ത് പ്രസിഡന്റ് ഗോപിനാഥ്, ജനറൽ സെക്രട്ടറി ഗിരീഷ് കുമാർ, സത്യകുമാർ പണിക്കത്ത് എന്നിവർ പങ്കെടുത്തു.
ചാലക്കുടി പോട്ട സ്വദേശി കരുമാരപ്പള്ളി വീട്ടിൽ അജിത്തിന്റെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു, കൌൺസിലർമാരായ ഷിബു വാലപ്പൻ, തോമസ് മാളിയേക്കൽ, കോൺഗ്രസ് ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ, ലൂയിസ് മേലേപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം പോർക്കളയങ്ങാട് ഗ്രാമീണ വായനശാല സപ്തതി ആഘോഷം ഈ മാസം 21-22 തീയതികളിൽ വായനശാല പരിസരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ധനീഷ് അനന്തന്റെ പുസ്തകങ്ങളുടെ പ്രകാശനം മന്ത്രി നിർവഹിക്കും. വായനശാല പ്രസിഡന്റ് പുഷ്പ ജോൺ, സെക്രട്ടറി PG അശോകൻ, കമ്മിറ്റി അംഗം സിജി രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് 13-ാം വാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മാങ്കുറ്റിപ്പാടം അങ്കനവാടി പരിസരത്ത് നടന്ന ഓണാഘോഷം പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിയിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡുതല വയോജന ക്ലബ്ബ് പ്രസിഡന്റ് ചന്ദ്രൻ ചക്കമല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് തല വയോജന ക്ലബ്ബ് പ്രസിഡന്റ് TD ശ്രീധരൻ, രക്ഷാധികാരി OP ജോണി, നന്ദകുമാർ ചക്കമല്ലശ്ശേരി, ജോയ് മല്ലേക്കുടിയിൽ എന്നിവർ സംസാരിച്ചു. കോടേശ്ശേരി ആറേശ്വരം പ്രദേശത്തുള്ള വളർച്ചയെത്തിയ അക്കേഷ്യ മരങ്ങൾ മുറിച്ചു നീക്കി പകരം പരിസ്ഥിതിക്ക് ഇണങ്ങിയതും ജീവികൾക്ക് ഭക്ഷ്യയോഗ്യവുമായ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കണമെന്ന് CPM വാസുപുരം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. വന്യജീവി ശല്യം തടയുന്നതിന് വന അതിർത്തിയിൽ ട്രെഞ്ചുകളും വൈദ്യുതി വേലികളും നിർമ്മിക്കുക, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. CPM മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CV രവി, CC ബിജു, വർഗീസ് മേനാച്ചേരി, ദിവ്യ സുധീഷ്, KR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിയായ PR അജയ് ഘോഷിനെ തിരഞ്ഞെടുത്തു. ആയുഷ് മിഷന്റെയും എളവള്ളി ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ സനിൽ കുന്നത്തുള്ളി, സീമ ഷാജു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VM ഷാമില, ഡോക്ടർ വൃന്ദ V വിനോദ്, ഡോക്ടർ മനീഷ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്രീയ വിദ്യാലയ ദേശീയ മത്സരത്തിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ വരദ സുനിലിന് മെഡൽ നേട്ടം. പഞ്ചാബിൽ നടന്ന മത്സരത്തിൽ 10 മീറ്റർ ഓപ്പൺ സൈറ്റ് എയർ റൈഫിൾ ഷൂട്ടിംഗ് മത്സരത്തിൽ വരദ വെള്ളി മെഡൽ നേടി. രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ വരദ വില്ലടം സ്വദേശി അഡ്വക്കേറ്റ് സുനിലിന്റെയും ഷൈമോളുടെയും മകളാണ്. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 90 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3000. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹം. താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് താരങ്ങൾ FEFCAയെ സമീപിച്ചു. 20ഓളം താരങ്ങളാണ് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ FEFCAയെ സമീപിച്ചത്. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ശ്രമം തുടങ്ങി. ഇന്ന് രാത്രിയോടെ പുതിയ ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിക്കാൻ നീക്കം. മധുരകം പുതിയകാവിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. 6 ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ മോഷണം പോയി. അകമല വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പാടത്തേക്ക് പതിച്ചു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ജില്ലയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി നെന്മണിക്കര പഞ്ചായത്ത്. ജില്ലാതല പ്രഖ്യാപനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.